പിന്നെ കസേര കുറച്ചും കൂടി വേണം. ഇനി നമ്മളെ കർമ്മത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ചാനത്തിരി അങ്ങനത്തെ കാര്യങ്ങളല്ലേ അല്ല ടൗണിൽ പോയിട്ട് പാസ്പോർട്ടിന് എവിടെ ഞാൻ പറയും. ഓൻ്റെ അടുത്ത് ഒരു പൈസ നമ്മൾ നമ്മൾ ചെയ്യണം. എല്ലാവരും അറിയിച്ചല്ലേ, ആരും വിട്ടുപോയിട്ടില്ല. ആരെങ്കിലും എൻ്റെ അച്ഛൻ്റെ പങ്ങളുണ്ടെന്ന് അച്ഛനമ്മയെ സുഖമില്ലാണ്ട് അങ്ങനെ പോയി. പോക്കിപ്പോൾ സുഖമില്ലാണ്ട് ഇങ്ങനെയും പോയി. നോക്കാണ്ടൊന്നും നല്ലടാ, നല്ല നോക്കുമല്ലെങ്കിൽ ഇതിന് വീട് സ്ഥലവും എല്ലാം വെച്ച് നോക്കിയത് പിന്നെ ഓളെ കിട്ടിയില്ല. സുമേഷേ, പിന്നെ നമ്മളെ കുട്ടൻ്റെ ഭാര്യ മരണപ്പെട്ടിട്ടാ. 4 മണിക്കാ കഴിയുന്നത്. ഞാൻ ഭാഗത്തുള്ള ഓരോന്നും അറിയിക്കണേ. എല്ലാം അടുത്ത ഇപ്പം ദഹിപ്പിക്കുന്നോ അല്ലെങ്കിൽ കുഴിയെടുക്കുന്നോ? ദഹിപ്പിക്കണ്ട. ഇപ്പം നമുക്ക് അറിഞ്ഞൂടോ അവൻ്റെ സ്ഥിതി. ഓന് ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഇപ്പം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ 10 ഉറുപ്പ്യൻ്റെ മുകളിലെങ്കിൽ അത് മാണ്ടി വരും. കുയിൻ്റെ പണി നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് കേട്ടീനുണ്ടോ? കേട്ടി ഒന്ന് പറഞ്ഞോ. കുയിൻ്റെ പരിപാടി നീ തുടങ്ങിക്കോ. സ്ഥലം ഞാൻ കാണിച്ചാ. കുയ്യാ? എന്ത് കുയ്യ്? ഞാനിപ്പോൾ മരിച്ചെടുത്ത് പോവാ വരുവാന്നല്ലാണ്ട് ബാക്കി എല്ലാ സംഗതിയിലും ചെയ്തു കൊടുക്കലുണ്ട്. കുയ്യിൻ്റെ പരിപാടി ഞാൻ നിർത്തി. 6500 ഒരു ചിലവിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ദഹിപ്പിക്കുന്ന ആൾക്കാർ വരും. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് നിങ്ങളാരും കണ്ടിട്ടില്ല കുയ്യ് വയ്ക്കുന്നില്ലൊന്നും. പിന്നെ ഇവരെ വിളിക്കും പറ ദഹിപ്പിക്കുന്നത്. ഇങ്ങനെയാ സ്ഥിതിയെങ്കിൽ നമുക്ക് കുട്ടനായിട്ടൊന്നും ആലോചിക്കേണ്ടി വരും. എന്നാ ചെയ്യേണ്ടത് കുട്ടാ, നമ്മൾ 4 മണിയല്ലേ കഴിയുന്ന സമയം പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ തെക്കേ ഭാഗത്ത് അച്ഛനും അമ്മേനും വെച്ച സ്ഥലത്ത് 2 തുളസി തറ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് തന്നെ കുയ്യെടുത്തോ. വെക്കേണ്ട സ്ഥലമെല്ലാം എനിക്കറിയാം. പക്ഷേ ഇപ്പം കുഴിയെടുക്കുന്ന ആളെ കിട്ടുന്നില്ല. കുട്ടാ, നമുക്ക് ദഹനത്തിൻ്റെ ആളെ വിളിച്ചാലോ? അതിൽ ഒരുപാട് പൈസ വേണ്ട സീത്തെ. നിങ്ങളെല്ലാം ആ പിരിവെടുത്ത പൈസ കൂടാണ്ട് അതിന് മുമ്പേ തന്നെ ഞാൻ വീട് പണയം വെച്ചിന്. പിന്നെ ആ നേരത്തെല്ലാം കടവ പറഞ്ഞു. ഇങ്ങനെ എങ്ങനെ ഇവിടെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ. അച്ഛനുമില്ല അമ്മയുമില്ല. പിന്നെ ഓളെങ്കിലും പോയാൽ പിന്നെ എടുക്കാനാണ്. അത് വിചാരിച്ചിട്ട് അതുപോലെ കടവും പറഞ്ഞു. അവസാനമായിട്ട് ഓളെ പറഞ്ഞേക്കുന്നതൊക്കെ ഞാൻ കടയില്ലാണ്ട് അയക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഷൈജു, ശ്രീത്തിൽ ഇങ്ങോട്ടൊന്ന് പറയുന്നുണ്ട്. ഷൈജു, കാല് ഞാൻ പിടിക്കാം. എനിക്കറിയാലോ ഇപ്പോൾ എൻ്റെ അവസ്ഥ. ഈ കുഴി എടുത്ത് തരണം. ശരി, ഒന്നും വിചാരിക്കരുത്. മരിച്ചവർ കുഴി കുത്തി വന്ന് പറ്റില്ല. എന്താ വെച്ചാൽ മോളെ കല്യാണം എല്ലാം നോക്കുന്ന ടൈം. അപ്പം ബന്ധം ഒഴിവായി പോവുക അതെല്ലാം വേണം. അതുകൊണ്ട് എന്നാ ശ്രീത, ഇനി ഇവനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ നാട്ടിൽ എവിടെ ഒരു മരണം നടന്നാലും കുഴികുത്ത് സ്ഥിരമായിട്ട് 2-3 ആൾക്കാർ. നിങ്ങൾ ഓലും വരുന്ന നോക്കി നിൽക്കും. ഞാൾ കുഴി കുഴിക്കുമ്പോൾ നിങ്ങൾ കൈയും കെട്ടി നോക്കിയെന്ന് അഭിപ്രായം പറയും. ഇപ്പം അനുഭവത്തിലൊന്നേരം പഠിച്ചില്ലേ? എല്ലാ കൂട്ടാ പരമാവധി ഞാൻ നോക്കി. എന്തായാലും കടത്തിലായിന്. ഇനിയിപ്പോൾ ഇതും കൂടി ആയി നമുക്ക് പോട്ടെ. ഇതാ, ഹലോ ദേവർ മാഡം. നിങ്ങളോ